ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അതിൻ്റെ കുറച്ച് സ്റ്റെപ്പും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ദ പ്രോസസ് ഓഫ് ഇലക്ട്രോണിക്കലി ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ ദ ഇൻ്റർനെറ്റ് ഈസ് നോൺ ആസ് ഫയലിംഗ്. അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രോണിക്കലി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയലിംഗ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് ത്രൂ ഇലക്ട്രോണിക്കലി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ദ പ്രോസസ് ഓഫ് ഇലക്ട്രോണിക്കലി ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ ദ ഇൻ്റർനെറ്റ് ഈസ് നോൺ ആസ് ഫയലിംഗ്. ഓക്കെ, ദർ ആർ 3 ways ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ഇലക്ട്രോണിക്കലി. 3 വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് റിട്ടേൺ ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാം. ഫസ്റ്റ് പറയുന്നതാണ് ഫയൽ വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. പിന്നെ ഫയൽ ദ ഇൻകം ടാക്സ് റിട്ടേൺസ് ത്രൂ ആൻഡ് റിട്ടേൺ ഇൻ്റർമീഡിയറി വിത്ത് ഓർ വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. പിന്നെ ലാസ്റ്റ് പറയുന്നതാണ് യൂസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഫയൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു 3 വേ എന്ന് പറയുന്നത്, നമ്മുടെ ഇലക്ട്രോണിക്കലി നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള 3 വഴികൾ. ഓക്കെ, പിന്നെ സ്റ്റെപ്സ് ഫോർ ഫയലിംഗ് ആർ ആസ് ഫോളോ. അതായത് ഫയലിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുത്തില്ല, ജസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഗിൻ ടു ഫയലിംഗ് ആപ്ലിക്കേഷൻ. ഫയലിംഗ് ആപ്ലിക്കേഷനിൽ ആദ്യം എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. പിന്നെ സെലക്ട് ആപ്ലിക്കബിൾ ഇൻകം ടാക്സ് റിട്ടേൺ, അത് സെലക്ട് ചെയ്യുക. പിന്നെ ഡൗൺലോഡ് ദ ഇൻകം ടാക്സ് റിട്ടേൺ, അതെന്ത് ചെയ്യുക, ഇൻകം ടാക്സ് റിട്ടേൺ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഫിൽ ദ റിട്ടേൺ ആൻഡ് അപ്ലോഡ് ദ റിട്ടേൺ. ആദ്യം റിട്ടേൺ എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം, പിന്നെ അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് അപ്ലോഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇഫ് അവൈലബിൾ ആൻഡ് ആപ്ലിക്കബിൾ. അതായത് നിങ്ങളുടെ കയ്യിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. പിന്നെ ക്ലിക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഓൺ സക്സസ്ഫുൾ അപ്ലോഡ് ദ റിട്ടേൺ ക്യാൻ ബി വെരിഫൈഡ് ഇലക്ട്രോണിക്കലി. സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ റിട്ടേൺ എന്ത് ചെയ്യും, ഇലക്ട്രോണിക്കലി അത് വെരിഫൈ ചെയ്യും. ഫോർ വെരിഫിക്കേഷൻ ടാക്സ് പെയർ ക്യാൻ ചൂസ് എനി വൺ ദി ഓപ്ഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം, അവർക്ക് ചൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഐ ഓൾറെഡി ഹാവ് EVC ടു വെരിഫൈ ദ റിട്ടേൺ. ഐ ഡു നോട്ട് ഹാവ് EVC ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ജനറേറ്റ് EVC. Verify my return. I would like to generate Aadhaar OTP to verify return. I would like to send ITRV or I would like to verify later. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇതാണ് ഫയലിങ്ങിൻ്റെ സ്റ്റെപ്പ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, കാരണം ഇതിൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സോ ഐ ഡോണ്ട് നോ. ഓക്കെ, എനിവേ അഡ്വാൻറ്റേജസ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഈസി ഓഫ് യൂസ് ചെയ്യാൻ സുഖമാണ്. അതുപോലെ തന്നെ പ്രോംപ്റ്റ് പ്രോസസ്സിംഗ്, ബെറ്റർ അക്യുറസി, കൺവീനിയൻസ്, കോൺഫിഡൻഷ്യാലിറ്റി, ആക്സസിബിലിറ്റി ഓഫ് ഫാസ്റ്റ് ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ അത്രയും കാര്യങ്ങൾ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ പഠിച്ച് വെക്കുക, പഠിക്കാണ്ട് പോകരുത്. പിന്നെ സ്റ്റെപ്സ് ചോദിച്ചാൽ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ അവസ്ഥ എന്ന് പറയാനൊക്കത്തില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.